ദൈവവിശ്വാസിയാണോ? അല്ല. അല്ല. എന്താണ്? ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മാനവരാശിക്ക് 3 ദൈവങ്ങളോ? ദൈവം എന്ന് പറയുന്നത് ഒരാളെ പാടുള്ളൂ. മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കാറില്ല. ഇത് ഒരു വിഭാഗത്തിന് ഒരു ദൈവം, വേറൊരു വിഭാഗത്തിന് വേറൊരു ദൈവം, അല്ലാത്തൊരു വിഭാഗത്തിന് വേറെ കുറെ ദൈവം. ഇതെന്ത് ദൈവം എന്ന് പറയുന്നത്? എവിടെ തിരിഞ്ഞാലും ദൈവം. അല്ല, മുപ്പരുടെ ചിന്താഗതി കറക്റ്റാണ്. കാരണം എല്ലാ മനുഷ്യരും ഒരു ദൈവമാണല്ലോ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമാണ്, എല്ലാവർക്കും കിട്ടിയ ഒരു സാധനമാണ്. പിന്നെ വ്യത്യസ്ത ആളുകൾ അതിന് വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കുന്നു എന്നതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ മൊബൈൽ ഉണ്ട് നമുക്കറിയാം. അപ്പൊ ആപ്പിളിന് കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി. അപ്പൊ ഒരാൾ പറയാം കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആപ്പിൾ ഇല്ല എന്ന് പറയാൻ പറ്റും? എപ്പോഴും പറയാം. ശരിക്കും ഒരുപാട് ദൈവങ്ങൾ ഉണ്ട് എന്നത് ഒറിജിനൽ ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒറിജിനൽ ഉള്ളത് കൊണ്ടാണല്ലോ അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആപ്പിൾ ഇറങ്ങുകയാണ്, അതിന്റെ അർത്ഥം എന്താ? ഒറിജിനൽ അവിടെ ഉണ്ട്, അതിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മതത്തെ എപ്പോഴും ചൂഷണം ചെയ്യുന്നത് കൊണ്ട് ഇരിക്കുകയാണെന്ന് അവർ പറയാം. മതം ചൂഷണം ചെയ്തുകൊണ്ട്, മതം എല്ലാവരെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം മതം ഉപകാരമുള്ളത് ചൂഷണം ചെയ്യാൻ ഒരു ഭാഗത്ത് ആളുകളുള്ളത്. അതെ അതെ, അത് മിസ്യൂസ് ഉണ്ട് എന്നത് വസ്തുവിനെ ഒഴിവാക്കാനുള്ള ജസ്റ്റിഫിക്കേഷൻ അല്ല. ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സയൻസിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ദുരുപയോഗം അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗം ചെയ്യും. ഇനി തിയറിറ്റിക്കലി തന്നെ സയന്റിഫിക് റേസിസ് ഒക്കെ ഇവിടെ ഉണ്ടായി വന്നല്ലോ. അപ്പൊ സയൻസിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ തിയറി വെച്ചിട്ട് മിസ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പൊ സയൻസ് വേണ്ടെന്ന് പറയേണ്ടി വരും. അല്ലെ, വേണ്ടാക്കണം. അപ്പൊ രാഷ്ട്രം വേണ്ടെന്ന് പറയുന്നത്. അപ്പൊ മിസ്യൂസ് ഉണ്ടെങ്കിൽ മിസ്യൂസ് ഒഴിവാക്കണം, സാധനം ഒഴിവാക്കണ്ട. യൂസ് ഉണ്ടെങ്കിലേ മിസ്യൂസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് കൊണ്ട് യൂസ് ഉണ്ട്, അതുകൊണ്ട് ആൾക്കാർ മിസ്യൂസ് ചെയ്യണം. ഉപകാരമില്ലാത്തതിനെ കൊണ്ട് ദുരുപയോഗം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മതം കൊണ്ട് യൂസ് ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ്. മിസ്യൂസ് ഉണ്ട്, മിസ്യൂസ് ഉണ്ടെങ്കിൽ മിസ്യൂസ് ഒഴിവാക്കണം, അല്ലെ? ചൂഷണം ഉണ്ടെങ്കിൽ ചൂഷണം ഒഴിവാക്കണം. ഇപ്പോൾ ഇത് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഇപ്പോൾ സോഷ്യലിസ്റ്റുകൾക്ക് പറ്റി. നിലവിലെ മുതലാളിത്ത വ്യവസ്ഥയിൽ കുറെ ചൂഷണങ്ങളുണ്ട്. അതുകൊണ്ട് ചൂഷണം ഒഴിവാക്കണം നമ്മൾ പറയുന്നു, പൂഴ്ത്തിയപ്പ് പാടില്ല. ഇവർ പറയുന്നു മുതലാളിത്ത വ്യവസ്ഥ തന്നെ ഒഴിവാക്കണം എന്ന് പറയുന്നു. ഫെമിനിസ്റ്റുകളോ നിലവിലെ കുടുംബ വ്യവസ്ഥകളിൽ ചില ചൂഷണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ചൂഷണം ഒഴിവാക്കണം, സ്ത്രീധനം പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പൊ ഒരു പറയാണ് കുടുംബം മൊത്തം ഒഴിവാക്കണം. അത് വീടിന്റെ അകത്തൊരു എലി കയറിയാല് എലീനെ കൊല്ലണം, ഇവരെന്താ പറയാ ഇല്ലം ചുടണം എന്ന് പറയും. അതാണ് ബേസിക്കലി ഉള്ള പ്രശ്നം. അപ്പൊ ചൂഷണം ഉണ്ട് എന്ന് കാണിച്ചിട്ട് മൊത്തം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവർ ചെയ്യുന്നത്. അത് സെൽഫ് ഗോളാണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. കാരണം ചൂഷണം ഉണ്ട് എന്നുള്ളത് അത് ഉപകാരമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ഉപകാരം ഇല്ലാത്തതിനെ കൊണ്ട് ചൂഷണം ചെയ്യാൻ പറ്റൂല. 2, ചൂഷണം ഉണ്ടെങ്കിൽ ചൂഷണം ഒഴിവാക്കുകയാണ് വേണ്ടത്, അല്ലാതെ കാര്യം ഒഴിവാക്കുകയല്ല വേണ്ടത് എന്നുള്ളത്. വേണ്ടത് എന്ന് എത്തുന്നുണ്ട്. അതെ. അത് ആ ഒരു കാര്യം സത്യം ബോധ്യപ്പെട്ട ചിലപ്പോൾ ആൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും.